പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ആ കൊച്ചുകുട്ടി എമ്പുരാനിന്ന് പാടിയ ശേഷം ഈ ഭീകര റഫായിട്ടുള്ള ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു തിയേറ്ററിൽ. എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നത്? അയാൾ ആക്ച്വലി ഫുൾ ലങ് പവർ എടുത്തിട്ട് ഫോഴ്സ് ചെയ്തിട്ട് വോക്കൽ കോഡ്സിനെ വൈബ്രേറ്റ് ചെയ്യുക മാത്രമല്ല അവിടെ ചെയ്യണത്, അതിൻ്റെ മുകളിലുള്ള വെൻട്രിക്കുലർ ബാൻഡ് എന്ന് പറയും, അതും കൂടെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു റഫായിട്ടുള്ള വോയിസ് ഉണ്ടാകുന്നത്. സാധാരണ ഇതിൽ നമ്മൾ സംസാരിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ വോക്കൽ കോഡ്സ്, അത് ഈ ഗിറ്റാറിനൊക്കെ സ്ട്രിങ് പോലെയാണ്, അത് അടുത്തേക്ക് വന്നിട്ട് അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അത് പിന്നെ ആംപ്ലിഫൈ ചെയ്യുന്നത്, അതായത് വലിയ സൗണ്ടാക്കി മാറ്റുന്നത് സ്പീക്കറൊക്കെ പോലെ നമ്മുടെ വായും തൊണ്ടയൊക്കെയാണ്. ഈ പാട്ട് പാടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായും തൊണ്ടയൊക്കെ കണ്ടില്ലേ എന്തോരം തുറന്നിട്ടാണ് ഇരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് പവർഫുള്ളായിട്ട് ഇത് പാടാൻ പറ്റുന്നത്. പക്ഷേ ഈ വെൻട്രിക്കുലർ ബാൻഡ് വോയിസ് ലോങ് ടേം ആയിട്ട് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് കേടാണ്. നമുക്ക് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത.